IUFനെ ഇനി മുതൽ ഫണ്ട് ചെയ്യാൻ പോകുന്നത് മണപ്പാട്ടിൽ ചാണ്ടിയായിരിക്കില്ല. പാർട്ടി ഫണ്ടിങ് കൺട്രോൾ ചെയ്യുന്നത് ഇപ്പം ഞാനാണ്. സോ ഞാൻ വിചാരിച്ചാൽ NPTVയുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഈസിയായി തീർക്കാം. പക്ഷേ അതിന് പകരമായിട്ട് താനും തൻ്റെ ചാനലും ഒരു കാര്യം ചെയ്യണം. ബോബി പറ. സ്റ്റീഫനെതിരെ ഒരു സ്മിയർ ക്യാമ്പയിൻ. എന്ത് തര സ്ട്രാറ്റജി വേണമെങ്കിലും നിങ്ങൾ യൂസ് ചെയ്തോളൂ, പക്ഷേ ഇമ്മീഡിയറ്റ്ലി വേണം. What are you saying, ബോബി? സ്റ്റീഫൻ നെടുമ്പള്ളിയെ പോലെ ഒരാൾക്കെതിരെ ഒരു കാരണവുമില്ലാതെ ഒരു സ്മിയർ ക്യാമ്പയിൻ എന്നൊക്കെ പറഞ്ഞ സഞ്ജീവ്, പൈസയ്ക്ക് ആവശ്യം എനിക്കല്ല, NPTVക്കാണ്. യു ആർ ദ ബെഗർ, സോ യു കാൻ ബി ദ ചൂസർ. ഷോർട്ട്. If you can't find news, create it. Well, I have something with me. പക്ഷേ അത് പെർസ്യൂ ചെയ്യാൻ പറ്റുന്ന ലീഡാണോ എന്നൊന്നും എനിക്കറിയില്ല. Take a look. ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവണൻ, ഇസ്ലാമിൽ അവൻ ഇബലീസ് എന്ന് പറയും, ക്രിസ്ത്യാനികൾക്കിടയിൽ അവൻ ഒരു പേരേ ഉള്ളൂ, ലൂസിഫർ. Interesting. യെസ്, രജനിയെ ശ്രദ്ധിച്ചിട്ടുണ്ട്. യു വെരി ഗുഡ് അറ്റ് യുവർ ജോബ്. ലൈവ് റിപ്പോർട്ടിംഗ്, ന്യൂസ് ഔട്ട് ഡിബേറ്റ്സ് ഒക്കെ ഞാൻ കാണാറുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും പോപ്പുലർ ആയതുകൊണ്ടാണ് ഞാൻ വേറെ ബാക്ക്ഗ്രൗണ്ട് ചെക്സ് നടത്താതെ ഇതിന് അഗ്രി ചെയ്തത്. ഗോവർദ്ധൻ്റെ കയ്യിലുള്ള തെളിവുകൾ, IUFലെ പ്രധാനികൾ ഓരോരുത്തരെയും പറ്റിയുള്ള അഴിമതികളുടെ എവിഡൻസ്, ഇതായിരിക്കും ഞങ്ങളുടെ ചാനൽ ലോഞ്ചിലെ പ്രധാന ഐറ്റം, our big exclusive. നിങ്ങളൊരു 5 ലക്ഷം ഫേസ്ബുക്ക് ലൈവ്സ് പോകുന്നതിൻ്റെ എഫക്റ്റ് ആയിരിക്കും നമ്മുടെ ഇൻ്റർവ്യൂ പബ്ലിക് TV എറിയുമ്പോൾ. അത് നന്നാവും. ബൈ ദ വേ, NPTVയുടെ കോമ്പറ്റീറ്ററായി റജു തുടങ്ങുന്ന ഈ പുതിയ ചാനൽ പബ്ലിക് TV, അതിൻ്റെ ഇൻവെസ്റ്റേഴ്സൊക്കെ? അത് സി ആസ് ടൈറ്റിൽ സജസ്റ്റ് പബ്ലിക് ഫണ്ടിങ് ആണ്. ഓക്കെ, ബില്ല് ഞാൻ കൊടുക്കാം. ഇപ്പോഴത്തെ ഇൻകം ഒക്കെ എങ്ങനെയാണ്? 6 ഡിജിറ്റ് സാലറി ഒക്കെ ഡ്രോ ചെയ്തൊരു ടെക്കി ആയിരുന്നു ഞാൻ. പെട്ടെന്നൊരു ദിവസം ഐ ഗോട്ട് എ റെവലേഷൻ. ഈ ബുദ്ധനൊക്കെ കിട്ടിയില്ലേ, അതുപോലെ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് ഐ സ്റ്റാർട്ടഡ് ഡിവോട്ടിങ് മൈ സെൽഫ് ടു മൈ റിയൽ വർക്ക്. ഗോവർദ്ധൻ്റെ ഫാമിലിയൊക്കെ? അച്ഛൻ പണ്ടേ മരിച്ചു, അമ്മ ഒരു 8 വർഷം മുമ്പ് മരിച്ചു. ഓ ദാറ്റ് എൻ്റെ വൈഫും മോളുമാണ്. ഷീ ലെഫ്റ്റ് മീ ഫോർ ഹെർ ഓൺ ഗുഡ്, ഐ വുഡ് സേ. എൻ്റെ ലൈഫ് അത്ര സേഫ് അല്ല, യുനോ. മോളെയും കാണാറില്ലേ? ഇല്ല, വൈഫിന് ഇഷ്ടമല്ല ഞാൻ മോളോട് സംസാരിക്കുന്നത്. മേ ബി ഷീസ് റൈറ്റ്. നോ, ഷീസ് റൈറ്റ്. ഞാനൊരു നല്ല റോൾ മോഡലല്ല. സത്യാന്വേഷണം ഒരു കരിയർ ഓപ്ഷൻ അല്ലല്ലോ. ഭാര്യയും മോളും പോയി കുറച്ച് നാൾ കഴിഞ്ഞ് ഐ ഹാഡ് എ ബ്രേക്ക് ഡൗൺ. പിന്നെ കുറച്ച് ഫ്രണ്ട്സൊക്കെ നിർബന്ധിച്ച് എന്നെ ഒരു മെൻ്റൽ ഹോസ്പിറ്റലാക്കി. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ആരുമില്ല. റോളിംഗ് ആണ്, പറഞ്ഞോളൂ. യെസ്. ഈ IUFനെ ഫണ്ട് ചെയ്യുന്നത് മണപ്പാട്ടിൽ ഫിനാൻസേഴ്സ് ആണെന്ന് എല്ലാവർക്കും അറിയാം. NPTVയിൽ വർക്ക് ചെയ്യുന്ന രജുവിന് എന്തായാലും അറിയാം. ബട്ട് ഹൂ ഇസ് ബാക്കിംഗ് മണപ്പാട്ടിൽ? ഇത്ര ഇമ്മൻസ് ഫണ്ടിങ് നടത്താൻ കെൽപ്പുള്ള ആളാണോ ഈ മണപ്പാട്ടിൽ ചാണ്ടി? മണപ്പാട്ടിൽ ഗ്രൂപ്പ് ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള സ്ഥാപനമല്ലേ? ഫിനാൻസ്, ടിമ്പർ, സ്റ്റീൽ, ഗോൾഡ്. യെസ്, ഗോൾഡ്. ദാറ്റ്സ് മൈ പോയിന്റ്. രജു, ഖുറൈഷി അബ്രാം ഗാങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ലോകത്തിലെ തന്നെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ട്രേഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഇൻഫേമസ് നെക്സസ്. ദേ ആർ ബാക്കിംഗ് മണപ്പാട്ടിൽ ആൻഡ് ഹെൻസ് ദി IUF. ഈ മൊഗംബോ, ഗബ്ബർ സിംഗ് എന്നൊക്കെ പറയുന്ന പോലല്ലേ ഇതൊക്കെ? നോ, ദേ എക്സിസ്റ്റ്. ലോകത്ത് എല്ലായിടത്തും അവരുടെ പ്രസൻസ് ഉണ്ട്. ലൈക്ക് ദി ഇലുമിനാറ്റി. മിസ്റ്റർ ഗോവർദ്ധൻ, എനിക്കറിയേണ്ടത് ഇലുമിനാറ്റിയെ കുറിച്ചോ മൊഗംബോയെ കുറിച്ചൊന്നുമല്ല. സ്റ്റീഫൻ നെടുമ്പള്ളി, അയാൾക്കെതിരെ എന്ത് തെളിവുകളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? അത് പറയും. യെസ്, സ്റ്റീഫൻ നെടുമ്പള്ളി. ഐ നോ ഹു ഈസ്. പക്ഷേ അയാൾക്കെതിരെ എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. എന്ന് വെച്ചാൽ പിന്നെ എന്തിനാ നിങ്ങളെന്നാ ലൈവിൽ വന്നിരുന്ന് അയാൾ ഇബിലീസ് ആണ്, ലൂസിഫർ ആണെന്നൊക്കെ തള്ളിയത്? ഗോവർദ്ധൻ, ഐ റിയലി ഡോണ്ട് ഹാവ് ടൈം ടു വേസ്റ്റ്. യു വോണ്ട് ബി ഡിസപ്പോയിന്റഡ് മിസ്റ്റർ രജു. മിസ്റ്റർ സ്റ്റീഫൻ നെടുമ്പള്ളിക്കെതിരെ തെളിവുകളില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ ബിമൽ നായർ, IUFന്റെ പാർട്ടി മെമ്പർ പോലും അല്ലാത്ത കപ്പിത്താൻ, അവനെതിരെ എൻ്റെ കയ്യിൽ ഇൻക്രിമിനേറ്റിംഗ് എവിഡൻസസ് ഉണ്ട്.
ടൈമിൽ ബ്രേക്ക് ചെയ്യണം സാർ. ദിസ് ഇസ് സെൻസേഷണൽ. ഇതിൻ്റെ വേറെ കോപ്പീസ് ഉണ്ടോ അതിൻ്റെ കയ്യിൽ? ഇല്ല സാർ, ഇത് ഒറിജിനലാണ്. സാറിനെ കാണിച്ചിട്ട്. ആ, ഗുഡ് ഗുഡ്. ഓക്കെ, ലീവ് ഇറ്റ് വിത്ത് മീ. ഞാൻ ഒന്ന് സ്റ്റഡി ആയിട്ട് ഐ വിൽ റിവേർട്ട്. പക്ഷെ സാർ നമ്മൾ ഞാൻ പറയാം റിജു. യു ഗോ ഹെഡ്. ഓക്കെ. Bobby, we have a problem. Leave me! Whatever happens, the truth will win!